ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഈ സുവിശേഷത്തിന് മാത്രമാണ് അനാദി മുതൽ വചനമാകുന്ന ദൈവം മനുഷ്യാവതാരം ചെയ്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അത് വിവരിക്കുന്നു. സമസ്തവും അവൻ മൂലം ഉണ്ടായിട്ടുള്ളതിൽ ഒന്നുപോലും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആദിയിലെ വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്തു. സ്നേഹത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ജീവൻ്റെ സുവിശേഷമെന്ന് ഈ സുവിശേഷം അറിയപ്പെടുന്നു. ഈശോ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളെന്നല്ല, അടയാളം എന്നാണ് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു സുവിശേഷങ്ങളിൽ ഇല്ലാത്ത 7 അടയാളങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാനായിലെ വെള്ളം വീഞ്ഞാക്കിയത്, രാജഭൃത്യൻ്റെ മകനെ സുഖപ്പെടുത്തിയത്, 38 വർഷം രോഗിയായവനെ സുഖപ്പെടുത്തിയത്, 5000 പേർക്ക് ഭക്ഷണം നൽകിയത്, ജന്മന അന്ധനെ സുഖപ്പെടുത്തിയത്, വെള്ളത്തിന് മീതെ നടന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത്, ഇതൊന്നും മറ്റു സുവിശേഷങ്ങളിൽ ഇല്ല. മറ്റു സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നവ ഈ സുവിശേഷത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഈശോയെ സാത്താൻ പരീക്ഷിക്കുന്നത്, ഈശോയുടെ രൂപാന്തരീകരണം, ഭൂതത്തെ പുറത്താക്കുന്നത്, മലയിലെ പ്രഭാഷണം, സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന. ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നതും അവരോട് കൂടുതൽ സംസാരിക്കുന്നതും ഈ സുവിശേഷത്തിൽ കാണാം. മറ്റു സുവിശേഷകന്മാർ ഈശോയുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ ദൈവത്വത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. താൻ ദൈവപുത്രനാണെന്ന് ഈശോ തന്നെ പറയുന്നതും ഈ സുവിശേഷത്തിൽ കണ്ടെത്താൻ കഴിയും. ഈശോയുടെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. AD 85-നും 90-ഉം കാലഘട്ടത്തിൽ എഫെസസിൽ വെച്ചാണ് സുവിശേഷകൻ ഇതിൻ്റെ രചന നടത്തിയിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, അഥവാ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ വചനമാകുന്ന ദൈവമാണെന്നും വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്തുവെന്നും അവനിൽ ജീവനുണ്ടായിരുന്നുവെന്നും ആ ജീവൻ മനുഷ്യൻ്റെ വെളിച്ചമായിരുന്നുവെന്നും ആ വെളിച്ചം ഇരുളിൽ പ്രകാശമായിരുന്നുവെന്നും പറയുന്നുണ്ട്. ഈശോയുടെ കബറടക്കത്തെ സൂചിപ്പിക്കുന്നതാണ് ഇരുളിനെ സൂചിപ്പിക്കുന്നത്. ശരീരത്തെ ഇരുളിനു കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നതും പറയുന്നുണ്ട്. അവിടുത്തെ ഉത്ഥാനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈശോയുടെ മനുഷ്യാവതാരവും ഉത്ഥാനവും ആ 5 വാക്യങ്ങൾ പൂർണ്ണമാണ്. പ്രിയ സഹോദരങ്ങളെ, ബോറടിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആമുഖഭാഗത്തുനിന്ന് ചോദ്യം 1. യോഹന്നാൻ എവിടെ വെച്ചാണ് സുവിശേഷം എഴുതിയത്? ഉത്തരം: എഫെസസിൽ. 2. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ആമുഖഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉദ്ധരണിയുടെ അധ്യായവും വാക്യവും പറയുക. ഉത്തരം: ജോൺ 30:20-30-31. ചോദ്യം 3. ആരുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തിയുമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം? ഉത്തരം: യേശുവിൻ്റെ. 4. എന്താണ് ഗ്രന്ഥകർത്താവിൻ്റെ ശ്രമം? ഉത്തരം: യേശുവിൽ പൂർത്തിയായ രക്ഷാകരരഹസ്യം വെളിപ്പെടുത്തൽ. 5. എല്ലാവരും യേശുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരണമെന്നും അതുവഴി നിത്യജീവനിൽ പങ്കുചേരണമെന്നും ആരാണ് അഭിലാഷിച്ചത്? ഉത്തരം: വിശുദ്ധ യോഹന്നാൻ അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ. 6. ആരുടെ സുവിശേഷത്തെയാണ് വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ജീവൻ്റെ സുവിശേഷമെന്ന് വിളിക്കുന്നത്? ഉത്തരം: വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. 7. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? ഉത്തരം: 2 ഭാഗങ്ങൾ. അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിൻ്റെ പുസ്തകം. അധ്യായം 1. ചോദ്യം 8. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഗ്രന്ഥകാരൻ ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: വചനം മാംസമായി തീർന്ന നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച്. 2. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇവിടെ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം: ഈശോയുടെ പുനരുത്ഥാനം. 10. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1:6 പറയുന്നത് ഏത് യോഹന്നാൻ്റെ കാര്യമാണ്? ഉത്തരം: സ്നാപക യോഹന്നാൻ.
11 എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? വാക്യം 1:10. ഉത്തരം വെളിച്ചം തന്നെയായ ഈശോയെക്കുറിച്ച്. 12 തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ആരാണ് കഴിവ് നൽകിയത്? ഉത്തരം കർത്താവായ യേശു ക്രിസ്തു. 13 അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. വാക്യം 1:13. അടിക്കുറിപ്പ് കാണുക. ബൈബിളിൽ അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ബഹുവചനമാണെങ്കിൽ അവർ എന്നത് വിശ്വാസികളുടെ ജനനവും ഗ്രീക്ക് കയ്യെഴുത്ത് പ്രതികൾ. ഏകവചനമാണെങ്കിൽ അവൻ എന്നാണെങ്കിൽ യേശുവിൻ്റെ ജനനവും സുറിയാനി ലാറ്റിൻ കയ്യെഴുത്ത് പ്രതികളിൽ. ചോദ്യം 14. ആരുടെ മഹത്വമാണ് നമ്മൾ ദർശിക്കുന്നത്? ഉത്തരം വചനം മാംസമായി തീർന്നവൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ. 15. ആരിലാണ് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം നമ്മൾ ദർശിക്കുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിൽ. വാക്യം 1:14. ചോദ്യം 16. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണ് യോഹന്നാൻ ഇങ്ങനെ സാക്ഷ്യം നൽകിയത്? ഉത്തരം ഈശോയെക്കുറിച്ച്. 17. ആരുടെ പൂർണ്ണതയിൽ നിന്നും നാമെല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു? ഉത്തരം അവൻ്റെ, അർത്ഥം യേശുക്രിസ്തുവിൻ്റെ. വാക്യം 1:16. ചോദ്യം 18. നിയമം ആര് വഴിയാണ് നൽകപ്പെട്ടത്? ഉത്തരം മോശ വഴി. 1:17. 19. കൃപയും സത്യവും ആര് വഴി നൽകപ്പെട്ടു? ഉത്തരം യേശുക്രിസ്തു വഴി. വാക്യം 1:17. 20. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ആരാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്? ഉത്തരം ദൈവം തന്നെയായ ഏകജാതൻ. വാക്യം 1:18. 21. ജെറുസലേമിൽ നിന്നും പുരോഹിതന്മാരെയും ലേവ്യന്മാരെയും യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചത് ആരാണ്? ഉത്തരം യഹൂദർ. വാക്യം 1:19. 22. സ്നാപക യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതെന്താണ്? ഉത്തരം ഞാൻ ക്രിസ്തുവല്ല. 23. കർത്താവിന് വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമെന്ന് യോഹന്നാനെക്കുറിച്ച് പ്രവചിച്ചത് ആരാണ്? ഉത്തരം യെശയ്യാ ദീർഘദർശി. ചോദ്യം 24. ആരാണ് ജലം കൊണ്ട് സ്നാനം നൽകിയത്? ഉത്തരം സ്നാപക യോഹന്നാൻ. 25. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. യോഹന്നാൻ ആരെക്കുറിച്ചാണ് പുരോഹിതന്മാരോടും ലേവ്യന്മാരോടും പറഞ്ഞത്? ഉത്തരം യേശുക്രിസ്തുവിനെക്കുറിച്ച്. 26. എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? സ്നാപക യോഹന്നാൻ. 27. സ്നാപക യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ജോർദാൻ്റെ അക്കരെ ബെഥനിയായിൽ. വാക്യം 1:28. ചോദ്യം 28. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ എന്താണ് പറഞ്ഞത്? ഉത്തരം ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വാക്യം 1:29. ചോദ്യം 29. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം യേശുവിനെക്കുറിച്ച്. 30. ആരെ ഇസ്രായേലിന് വെളിപ്പെടുത്താനാണ് യോഹന്നാൻ സ്നാനം നൽകിയത്? ഉത്തരം യേശുവിനെ. 31. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നതാണ് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത്? അവൻ്റെ മേൽ, അതായത് ക്രിസ്തുവിൻ്റെ മേൽ. വാക്യം 1:32. ചോദ്യം 32. അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. യോഹന്നാൻ ആരെയാണ് അവൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനെ. 1:33. ചോദ്യം 33. ഞാൻ അത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് സ്നാപക യോഹന്നാൻ കണ്ടത്? ഉത്തരം പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് യേശുവിൻ്റെ മേൽ ആവസിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് പിതാവിൻ്റെ സ്വരവും, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ. 34. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടെ നിൽക്കുമ്പോൾ ആര് നടന്നു വരുന്നതാണ് കണ്ടത്? ഉത്തരം യേശു. വാക്യം 1:36. ചോദ്യം 35. യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് എന്താണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്.
വാക്യം 1:36. വാക്യം 1:29 പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് വാക്യം 1:36 പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. ചോദ്യം 36. റബി എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു. ചോദ്യം 37. അങ്ങ് എവിടെ വസിക്കുന്നു എന്ന് തന്നെ അനുഗമിച്ചവർ ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം വന്നു കാണുക. 1:39. ചോദ്യം 38. എത്രാം മണിക്കൂറിലാണ് ആ ശിഷ്യൻ യേശുവിനോട് കൂടെ താമസിക്കാൻ പോയത്? ഉത്തരം ഏകദേശം 10-ാം മണിക്കൂറിൽ. ചോദ്യം 39. യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരാളായ അന്ത്രയോസ് ആരുടെ സഹോദരനായിരുന്നു? ഉത്തരം ശിമയോൻ പത്രോസിൻ്റെ. 1:39. 40. അന്ത്രയോസ് തൻ്റെ സഹോദരനായ ശിമയോനോട് താൻ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത്? ഉത്തരം മിശിഹായെ, ക്രിസ്തുവിനെ. 41. യേശു ശിമയോനെ നോക്കി എന്താണ് പറഞ്ഞത്? ഉത്തരം നീ യോഹന്നാൻ്റെ പുത്രനായ ശിമയോനാണ്. 42. യേശു ശിമയോനോട് നീ എങ്ങനെ വിളിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്? ഉത്തരം കേപ്പ, പാറ. 43. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഗ്രന്ഥകാരൻ ഉൾപ്പെടെ എത്ര യോഹന്നാന്മാരുണ്ട്? ഉത്തരം 3. 1 ഗ്രന്ഥകാരൻ യോഹന്നാൻ, 2 സ്നാപക യോഹന്നാൻ, 3 ശിമയോൻ പത്രോസിൻ്റെ പിതാവായ യോഹന്നാൻ. 44. യേശു ഗലീലയിലേക്ക് പോകാനൊരുങ്ങി ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം ഫിലിപ്പോസിനോട്. വാക്യം 1:43. ചോദ്യം 45. ഫിലിപ്പോസ് ഏത് പട്ടണത്തിൽ നിന്നുള്ളവനാണ്? ഉത്തരം ബെത്സയിദ. വാക്യം 1:44. ചോദ്യം 46. ബെത്സയിദയിൽ നിന്നുള്ള ഈശോയുടെ മറ്റു 2 ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം അന്ത്രയോസും പത്രോസും. 47. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു? അവനെ, യോസഫിൻ്റെ മകൻ, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ഫിലിപ്പോസ് നഥാനിയേലിനോട്. വാക്യം 1:45. ചോദ്യം 48. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി എന്ത് പറഞ്ഞു? ഉത്തരം ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. വാക്യം 1:46. 49. ചോദ്യം 49. ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നഥാനിയേൽ എവിടെ ഇരിക്കുന്നതാണ് യേശു കണ്ടുവെന്ന് പറഞ്ഞത്? ഉത്തരം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. വാക്യം 1:48. 50. നഥാനിയേൽ യേശു ആരെന്നാണ് പറഞ്ഞത്? ഉത്തരം ദൈവപുത്രൻ. വാക്യം 1:49. ചോദ്യം 51. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം യേശു നഥാനിയേലിനോട്. പ്രിയ സഹോദരങ്ങളെ, 1-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ ഇപ്പോൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് 2-3 അധ്യായങ്ങൾ അടുത്ത എപ്പിസോഡിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.